നമ്മൾ ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴേ എല്ലാവരും പറയും ആദ്യമേ അടിവളം കൊടുക്കണം, അതുപോലെ നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം വെക്കണമെങ്കിൽ, ഇതൊക്കെ പറയലുണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ നമ്മളിവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മുടെ മീറ്റർ വയറാട്ടോ, ഏകദേശം എത്ര നീട്ടണ്ടെന്നുള്ളത് നോക്കിക്കോ. നമ്മുടെ മീറ്റർ വയറാണ് ഇത്. കമ്പാരിസൺ വേണമെങ്കിൽ നമ്മുടെ ഒരു സാധാ പയറായിട്ട് കമ്പാരിസൺ നോക്കിക്കോ, എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയേ സാധാ പയറായിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിപ്പോൾ ഞാൻ അടിവളം കൊടുക്കാതെ വെച്ചിട്ടുള്ളൊരു പയറാണ്. ഈ അറ്റം തൊട്ടിട്ട് അറ്റം വരെ പയർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ ഈ ഒരു ഭാഗം, ഇപ്പോൾ ഈ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ടും നല്ല ഇലകളൊക്കെ നല്ല പച്ച കളറൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വേണ്ട, ഇവിടെ സൂര്യപ്രകാശം തീരെ തട്ടാത്ത ഭാഗം, അതായത് മുകളിൽ നമ്മുടെ തേക്കിൻ്റെയും അയിനിയുടെയും മരം നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ താരതമ്യേന ഇവിടെ സൂര്യപ്രകാശം വളരെ കുറവാണ്. അതുകൊണ്ട് വേണ്ട ഇവിടുത്തെ പയറുകൾ തീരെ വളർച്ചയില്ല, കായ്ഫലവും ഇല്ല. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ബേസിക്കായിട്ടുള്ളൊരു പാടാണ്. ഇതിന് നമ്മൾ അടിവളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വിത്ത് നട്ടതിന് ശേഷമാണ് നമ്മൾ പിന്നീട് വളങ്ങൾ കൊടുത്തു തുടങ്ങിയത്.